നമസ്കാരം. ലോകത്തിൻ്റെ ഊർജ്ജ സിരയെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഹോർമുസ് കടലിടുക്കിൽ ഇന്ന് മുഴങ്ങുന്നത് കേവലം എണ്ണക്കപ്പലുകളുടെ ഇരമ്പലല്ല, മറിച്ച് ദശാബ്ദങ്ങളായിട്ട് നിലനിന്നിരുന്ന ഏകപക്ഷീയമായ ആധിപത്യത്തിന് അന്ത്യം കുറിക്കുന്ന പുതിയൊരു രാഷ്ട്രീയ പോരാട്ടത്തിൻ്റെ ഗർജനമാണ്. ഒരു കാലത്ത് അമേരിക്കൻ നാവികസേനയുടെ മാത്രം ഇഷ്ടപ്രകാരം സമുദ്ര ഭൂപടങ്ങൾ വരയ്ക്കപ്പെട്ടിരുന്ന ഈ ജലപാതയിൽ ഇന്ന് ഇറാനും ചൈനയും ചേർന്ന് തീർത്ത നയതന്ത്ര പ്രതിരോധം അത് ആഗോള രാഷ്ട്രീയത്തിൻ്റെ അടിത്തറ ഇളക്കിയിരിക്കുന്നു. സമുദ്രത്തിലെ ഒരൊറ്റ ശ്വാസം നിലച്ചാൽ ലോകത്തിൻ്റെ ഹൃദയമിടിപ്പ് തന്നെ നിശ്ചലമാകാൻ സാധ്യതയുള്ളത്ര തന്ത്രപ്രധാനമായ ഈ മേഖലയിൽ വൻ ശക്തികളുടെ ഈഗോയും ഒരു സ്വതന്ത്ര രാഷ്ട്രത്തിൻ്റെ അതിജീവനവും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അമേരിക്കയുടെ ഭീഷണികൾക്ക് മുന്നിൽ പതറാതെ സ്വന്തം തീരത്തെ പ്രതിരോധത്തിൻ്റെ വൻമതിലുകൾ തീർക്കുന്ന ഇറാൻ അധികാരമെന്നത് സൈനിക വിലുപ്പത്തിലല്ല, മറിച്ച് പിന്മാറാത്ത പോരാട്ട വീര്യത്തിലാണെന്ന് ലോകത്തിനിപ്പോൾ കാണിച്ചു കൊടുക്കുകയാണ്. അമേരിക്കൻ ഭരണകൂടത്തെ ഞെട്ടിച്ചുകൊണ്ട് ഏപ്രിൽ മാസത്തിൽ പുറത്തു വന്ന ചൈനയുടെ പുതിയ നയതന്ത്ര പ്രഖ്യാപനങ്ങളൊക്കെ തന്നെ ഈ സമുദ്ര തർക്കത്തെ കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നമെന്ന നിലയിൽ നിന്നും അതിനെ ആഗോള ശക്തി സമവാക്യങ്ങളുടെ മാറ്റമായി അടയാളപ്പെടുത്തുകയാണ്. പാകിസ്ഥാനിൽ നടന്ന സമാധാന ചർച്ചകൾ പരാജയപ്പെട്ട സാഹചര്യത്തിൽ ഹോർമുസിലൂടെയുള്ള ഗതാഗതം തടയുമെന്ന അമേരിക്കയുടെ നിലപാട് മേഖലയെ കൂടുതൽ സംഘർഷഭരിതമാക്കിയിരിക്കുകയാണ്. ഇത് വെറും ഒരു സുരക്ഷാ നടപടിയല്ലെന്നും മറിച്ച് ഇറാനെ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കാനും ആഗോള വിപണിയിൽ ഒറ്റപ്പെടുത്താനുമുള്ള കൃത്യമായ നീക്കമാണെന്നും വ്യക്തമാണ്. ഒരു സ്വതന്ത്ര രാജ്യത്തിൻ്റെ തുറമുഖങ്ങളിലേക്കുള്ള പ്രവേശനം തടയുന്നതും വ്യാപാര സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്തുന്നതും നയതന്ത്രത്തിൻ്റെ ഭാഷയല്ല, മറിച്ച് ശുദ്ധമായ ശക്തി പ്രകടനത്തിൻ്റെ ആധുനിക രൂപമാണ്. ഈ കടുത്ത സമ്മർദ്ദങ്ങൾക്കിടയിലും സ്വന്തം ദേശീയ താൽപ്പര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാത്ത ഇറാൻ്റെ നിലപാട് ലോകത്തെ മറ്റ് ഇടത്തരം രാജ്യങ്ങൾക്കും വലിയൊരു പാഠമാണ് നൽകുന്നത്. ഹോർമുസ് കടലിടുക്കിൻ്റെ സവിശേഷമായ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രാധാന്യം മനസ്സിലാക്കാതെ ഈ രാഷ്ട്രീയ സാഹചര്യത്തെ ശരിയായി വിലയിരുത്താനായിട്ട് സാധിക്കില്ല. ലോകത്തിലെ മൊത്തം എണ്ണ വാതക വ്യാപാരത്തിൻ്റെയൊക്കെ തന്നെ സിംഹഭാഗവും കടന്നു പോകുന്ന ഈ ഒരു ഇടുങ്ങിയ കടലിടുക്കിലൂടെ ആ ഒരു പാതയിലൂടെയാകുന്ന ഓരോ ചലനവും ലോക സമ്പദ് വ്യവസ്ഥയെ തന്നെ നേരിട്ട് ബാധിക്കുന്നവയാണ്. ഇവിടെ ഉണ്ടാകുന്ന തടസ്സങ്ങൾ, പ്രശ്നങ്ങൾ ഇന്ധനവില കുതിച്ചുയരുന്നതിനും ചരക്ക് ഗതാഗത ചെലവ് വർദ്ധിക്കുന്നതിനും ആഗോള വിതരണ ശൃംഖലകൾ ഒന്നടങ്കം തകരുന്നതിനും കാരണമായി മാറി. ഇറാൻ്റെ എണ്ണയെ ആശ്രയിക്കുന്ന ചൈനയെ പോലെയുള്ള രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പാത അത് സുരക്ഷിതമായിട്ട് നിർത്തുക എന്നത് അവരുടെ തന്നെ സാമ്പത്തിക നിലനിൽപ്പിൻ്റെ കൂടി ഒരു ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇറാനെതിരെ അമേരിക്ക നടത്തുന്ന ഓരോ കരനീക്കവും യഥാർത്ഥത്തിൽ ആഗോള സാമ്പത്തിക വ്യവസ്ഥയെ തന്നെ അപകടത്തിലാക്കുന്ന വലിയൊരു ചൂതാട്ടമായി മാറുകയാണ്. സൈനിക സന്നാഹങ്ങളുടെ കാര്യത്തിൽ അമേരിക്കയ്ക്ക് വിമാനവാഹിനി കപ്പലുകളുടെയും അതോടൊപ്പം തന്നെ അത്യാധുനിക ഡ്രോണുകളുടെയും ഒക്കെ തന്നെ വലിയൊരു ശേഖരം തന്നെയുണ്ട്. എന്നാൽ ചരിത്രം പലപ്പോഴും തെളിയിച്ചതുപോലെ വലിപ്പം കൊണ്ട് മാത്രം എല്ലാ യുദ്ധങ്ങളും വിജയിക്കാനാവില്ല എന്ന സത്യമാണ് ഹോർമുസിൽ വെളിപ്പെടുത്തുന്നത്. ഭൂമിശാസ്ത്രപരമായിട്ട് ഇറാന് അനുകൂലമായ ഈ ഇടുങ്ങിയ കടലിടുക്കിൽ വലിയ കപ്പലുകൾക്ക് ലഭിക്കുന്ന മുൻതൂക്കം പലപ്പോഴും പരിമിതമായിരിക്കും. തീരത്തോട് ചേർന്നുള്ള പ്രവർത്തനക്ഷമത, അത്യാധുനിക മിസൈൽ സംവിധാനങ്ങൾ, അതുപോലെ തന്നെ അതിവേഗ ബോട്ടുകൾ, പ്രദേശത്തെക്കുറിച്ചുള്ള ദീർഘകാല പരിചയം എന്നിവയെല്ലാം തന്നെ ഇറാനെ ഈ മേഖലയിൽ അജയ്യനാക്കി മാറ്റുന്ന ഘടകങ്ങൾ തന്നെയാണ്. വമ്പൻ ബജറ്റുകളേക്കാൾ ഉപരിയായിട്ട് പരിമിതമായിട്ടുള്ള വിഭവങ്ങൾ ഉപയോഗിച്ച് വലിയ ശത്രുവിനെ എങ്ങനെ ഫലപ്രദമായിട്ട് പ്രതിരോധിക്കാം എന്ന പുതിയ യുദ്ധതന്ത്രമാണ് ഇറാൻ ഇവിടെ ഇപ്പോൾ പരീക്ഷിക്കുന്നത്. ഈ പ്രതിസന്ധിയിൽ ചൈനയുടെ പങ്ക് അതീവ നിർണായകമാണ്. അമേരിക്കൻ ഉപരോധങ്ങളെ അവഗണിച്ചുകൊണ്ട് ഇറാനുമായിട്ട് വ്യാപാര ബന്ധം തുടരുന്ന ചൈനയുടെ നിലപാട് ലോകത്ത് പുതിയൊരു സാമ്പത്തിക ധ്രുവീകരണം സംഭവിക്കുന്നു എന്നതിൻ്റെ തന്നെ ഒരു വ്യക്തമായിട്ടുള്ള സൂചനയാണ്. സ്വന്തം വ്യാപാര പാതകൾ തടസ്സപ്പെടുന്നത് നോക്കി നിൽക്കാൻ ചൈന തയ്യാറാകാത്തത് കൊണ്ട് തന്നെ ഹോർമുസിലെ തർക്കം ഇപ്പോൾ കേവലം പ്രാദേശികമല്ല, മറിച്ച് ആഗോള വൻ ശക്തികൾ തമ്മിലുള്ള ബലപരീക്ഷണമായിട്ട് പരിണമിച്ചിരിക്കും. പഴയകാലത്തെ പോലെ ഇറാനെ സാമ്പത്തികമായോ നയതന്ത്രപരമായിട്ടോ ഒറ്റപ്പെടുത്തുക എന്നത് ഇനി അമേരിക്കയ്ക്ക് എളുപ്പമാകില്ല. ചൈനയെപ്പോലുള്ള ഒരു സാമ്പത്തിക ശക്തിയുടെ പിന്തുണ കൂടി ലഭിക്കുന്നതോടെ അമേരിക്കൻ മേധാവിത്വത്തിനെതിരെയുള്ള ഇറാൻ്റെ പോരാട്ടം കൂടുതൽ കരുത്തുറ്റതാവുകയാണ് ചെയ്യുന്നത്. ചുരുക്കത്തിൽ ഹോർമുസ് കടലിടുക്കിലെ അശാന്തി എന്നത് വെറും ഒരു സമുദ്ര വാർത്തയല്ല, മറിച്ച് ആധിപത്യ രാഷ്ട്രീയം നേരിടുന്ന വലിയൊരു പ്രതിരോധത്തിൻ്റെ ചരിത്രപരമായിട്ടുള്ള ഏടാണ്. അമേരിക്ക സമുദ്രപാതകളെ തങ്ങളുടെ അധികാരം ഉറപ്പിക്കാനുള്ള തന്ത്രമായിട്ട് ഉപയോഗിക്കുമ്പോൾ ഇറാനാകട്ടെ അതിനെ തൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെയും അതോടൊപ്പം തന്നെ ദേശീയ അഭിമാനത്തിൻ്റെയും അവസാന അതിർത്തിയായിട്ട് ഇവിടെ കാണുകയാണ്. ഹോർമുസിലെ ഓരോ തിരമാലയും ഇന്ന് വിളിച്ചു പറയുന്നത് ഒരേ ഒരു സന്ദേശമാണ്. അതായത് ലോകത്തിൻ്റെ ശക്തിയും വിധിയും ഇനി മുതൽ വൻ ശക്തികളുടെ കൈകളിൽ മാത്രം സുരക്ഷിതമല്ല എന്നതാണ്. രണ്ട് വ്യത്യസ്ത ലോകവീക്ഷണങ്ങൾ തമ്മിലുള്ള ഈ ഒരു പോരാട്ടം അത് തീർച്ചയായിട്ടും അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വലിയൊരു പരിവർത്തനത്തിന് വഴിയൊരുക്കുമെന്ന് തീർച്ചയാണ്.